ദലൈലാമയുടെ പിൻഗാമിയായി പുതിയൊരാൾ വരുന്നുവെന്ന് വാർത്ത വരുന്നു. വലിയ പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ദലൈലാമയും ഈ ടിബറ്റൻ സമൂഹവും ഒക്കെ നേരിടുന്നത്. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള ആക്രമണം, അവരുടെ ഈ പറയുന്ന സാംസ്കാരികമായിട്ടുള്ള അവരുടെ ഉയർച്ച ഇല്ലാതാക്കൽ, ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഈ പറയുന്ന ടിബറ്റൻ സമൂഹം നേരിടുന്നത്. ഇപ്പോൾ ദലൈലാമ ഇന്ത്യയിലുമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയാണ് അടുത്ത പിൻഗാമി വരും, പക്ഷേ അത് ആരാണ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ഇന്ത്യ എന്നാണെന്ന് അറിയിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അപ്പോ നവതി ആഘോഷങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഇന്ന് നവതി ആഘോഷങ്ങൾ നടക്കുകയാണ് ദലൈലാമയുടെ ധരംശാലയിൽ വെച്ചിട്ട്. 90 വയസ്സായി അദ്ദേഹത്തിന്. അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു ഇനി ഒരു 30-40 വർഷം കൂടെ ഇവിടെ ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ദലൈലാമ വിഷയം എന്ന് പറയുന്നത് ഒരു വളരെ രസകരമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഇതിലൊരു ജിയോ പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ട്, ഒരു ആഗോള രാഷ്ട്രീയ തരം ആംഗിൾ ഇതിനകത്ത് കിടപ്പുണ്ട്. കാരണം ദലൈലാമ എന്ന് പറയുന്നത് ഒരു മത നേതാവ് അല്ലെങ്കിൽ ആത്മീയ നേതാവ് മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അതായത് പോപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രസക്തിയുള്ള ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും എല്ലാം ഒരു സന്ദർശിക്കാറുള്ള ഒരു ആത്മീയ നേതാവ് തന്നെയാണ് ദലൈലാമ. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ആഗോള തലത്തിലുള്ള രാഷ്ട്രീയ ആംഗിളുണ്ട്. പിന്നെ ഇതിന് ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇന്ത്യ ചൈന ഒരു ബന്ധം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇതിനൊരു ആത്മീയ തലമുണ്ട്. കാരണം ദലൈലാമ എന്ന് പറയുന്നത് ആത്മീയ ആചാര്യൻ കൂടിയാണ്. പിന്നെ അവസാനത്തത് ഒരു എന്താ പറയുക, ഒരു മിസ്റ്റിക്കലായിട്ടുള്ള ഒരു ഫാൻറ്റസി എലമെൻറ്റ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ പുനർജന്മവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ദലൈലാമ എന്ന് പറയുന്നത് ടിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ ആത്മീയ ആചാര്യൻ. ടിബറ്റിൽ നമുക്കറിയാം ബുദ്ധിസ്റ്റുകളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ബുദ്ധിസ്റ്റുകളുടെ ഒരു ആത്മീയ ആചാര്യനാണ് ദലൈലാമ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ദലൈലാമ ജീവിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. അദ്ദേഹം 1959 അതായത് ഏകദേശം 6 ദശാബ്ദങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു കളഞ്ഞതാണ്. കാരണം അവിടെ അദ്ദേഹത്തിന് വധഭീഷണി വരെ ചൈനയിൽ നിന്ന് നേരിട്ടപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു കളഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ പറ്റി, അതായത് ഇന്ന് അദ്ദേഹത്തിന് 90 വയസ്സ് തികയാണ്. അപ്പോൾ ഈ 90 വയസ്സ് അടുക്കുന്നതിനോട് ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ പറ്റിയുള്ള ചർച്ചകൾ വന്നിരുന്നു. ആരായിരിക്കും അടുത്ത പിൻഗാമി? അപ്പോൾ ഇതിന് അദ്ദേഹം ആദ്യം ഒരു കൃത്യമായ ഉത്തരവൊന്നും നൽകിയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇത് ഞാനാണ് അവസാനത്തെ ദലൈലാമ, ഇനി ഒരു ദലൈലാമ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഏകദേശം 600ഓളം വർഷമായിട്ട് പിന്തുടർന്ന് വന്നിരുന്ന ഒരു ആചാരമാണ് ഈ ദലൈലാമ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. അപ്പോൾ ഇനി അവസാനത്തെ ദലൈലാമ ഞാനായിരിക്കും, ഇനി മറ്റൊരു ദലൈലാമ ഉണ്ടായിരിക്കില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത്. ഇത് പറഞ്ഞത് ചൈന മറ്റൊരു ദലൈലാമയെ കൊണ്ടുവന്ന് അവരുടെ ഇംഗിതങ്ങൾ ടിബറ്റിൽ നടത്തും എന്നൊക്കെ ഉള്ള ആശങ്ക കൊണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹം പറഞ്ഞു ദലൈലാമ ഉണ്ടാകും, അതൊരു സ്ത്രീ ആയിരിക്കും എന്നും പറഞ്ഞു. ആദ്യമായിട്ട് ഒരു പുരുഷനല്ല, ഒരു സ്ത്രീ ആയിരിക്കും എന്ന് മാത്രമല്ല അത് ഒരു ഇന്ത്യയിൽ നിന്നായിരിക്കും, ഹിമാലയ സാനുക്കളിലുള്ള ഒരു ഗ്രാമങ്ങളിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, അതായത് ഈ വിശ്വാസികളെല്ലാം ദലൈലാമ വീണ്ടും വരുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ദലൈലാമയ്ക്ക് വന്നല്ലേ പറ്റൂ, അതുകൊണ്ട് ദലൈലാമ തീർച്ചയായിട്ടും വന്നിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സെപ്റ്റംബർ 24, 2011 അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഗാർഡൻ ഫോർഡാങ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്, അതായത് ദലൈലാമ ട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ അടുത്ത അനന്തരാവകാശിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും അവർക്കാണ്, ആ ട്രസ്റ്റിനാണുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ട്രസ്റ്റിനല്ലാതെ മറ്റ് അതായത് ഒരു തിരച്ചിലുണ്ടായിരിക്കുമല്ലോ, അടുത്ത പിൻഗാമിയെ കണ്ടെത്താനായിട്ടുള്ളൊരു തിരച്ചിലുണ്ടായിരിക്കും. ഈ ആത്മാവ് പുനർജനിക്കുമ്പോൾ അത് എവിടെയാണ് അത് ജനിക്കുന്നത് എന്നുള്ളൊരു സൂചന മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ഉണ്ട്, ഇതിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള തിരച്ചിലും അപ്പോയിൻമെൻറ്റും അത്തരമുള്ള കാര്യങ്ങൾ, നിയമനവും അതെല്ലാം അത് പൂർണ്ണമായിട്ടും ഗാർഡൻ ഫോർഡാങ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ദലൈലാമ ട്രസ്റ്റിൻ്റെ കൈവശമാണുള്ളത്. ആ അധികാരം മറ്റാർക്കുമില്ല എന്ന് ദലൈലാമ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റാർക്കും എന്നുദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആരാണ് എന്നുള്ളത് പ്രിയന് മനസ്സിലായി കാണുമല്ലോ. 3 കാര്യങ്ങളാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അദ്ദേഹം പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നിലപാടിലൂടെ അദ്ദേഹം പറയുന്നത്, അതായത് ദലൈലാമ എന്ന പ്രസ്ഥാനം തുടരുക തന്നെ ചെയ്യും. രണ്ടാമത്തത്, ദലൈലാമ എന്ന് പറയുന്ന ദലൈലാമയുടെ പിൻഗാമിയെ കണ്ടെത്തുന്നതിൻ്റെ പൂർണ്ണമായ അധികാരം ഈ ഗാർഡൻ ഫോർഡാങ് ട്രസ്റ്റ് എന്ന് പറയുന്ന അവരുടെ കൈവശം മാത്രമാണ്. മൂന്നാമത്തത്, ഈ ഒരു പ്രോസസ്സിൽ ഇതിൻ്റെ ഇടയിൽ കയറി വന്ന് ഇടപഴകാൻ മറ്റാർക്കും തന്നെ അവകാശമില്ല എന്നുള്ളതാണ്. അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ചൈനയെ പറ്റി തന്നെയാണ്. അപ്പോൾ എന്തായാലും ബീജിംഗ് ഇതിനെതിരെ വന്നിട്ടുണ്ട്. ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ ദലൈലാമയ്ക്കെതിരെ വന്നിരിക്കുന്നത്. ദലൈലാമ
ഒരു എന്താണ് ആട്ടിൻതോലിട്ട ചെന്നായ എന്നാണ് വിളിച്ചത്. അതായത് ടിബറ്റിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നത്. അതായത് ആരാണ് ടിബറ്റിലെ ജനങ്ങളെ കൊല ചെയ്യുന്നത്? ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ ടിബറ്റിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരിപ്പോൾ വന്നിട്ട് പറയുന്നത് അവർക്ക് അധികാരം വേണം, അതായത് ചൈനയ്ക്ക് അധികാരം വേണം. കാരണം ബുദ്ധിസം ഒരു ചൈനയിലെ ഒരു പ്രധാന മതമാണ്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയാണ് ബുദ്ധിസത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന്. പക്ഷേ ഇപ്പോൾ ചൈന അതിൻ്റെ ഉടമസ്ഥാവകാശമൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. വന്നിട്ട് പറയുന്നത് അടുത്ത അനന്തരാവകാശം അല്ലെങ്കിൽ അടുത്ത ദലൈലാമയെ കണ്ടെത്താൻ ഉള്ളത് ചൈന സർക്കാരിന് വേണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അവരിപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ആചാരങ്ങളെ മുറുകെ പിടിക്കുന്നത് എപ്പോഴാണെന്നുള്ളത് ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. അല്ലാത്തപ്പോഴൊക്കെ ആചാരങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ആചാരങ്ങൾ മാറ്റപ്പെടേണ്ടതാണ് ആചാരങ്ങൾ എന്നൊക്കെ പറയും. പക്ഷേ ഇലക്ഷൻ എടുക്കുമ്പോൾ ഒരു ആചാരങ്ങൾ മുറുകെ പിടിക്കും, ചന്ദനം ഇടുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയും. അതുപോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ ആചാരങ്ങളിൽ മുറുകെ പിടിക്കണമെന്നാണ് പറയുന്നത്. കാരണം അവർ പറയുന്നത് ദലൈലാമയെ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ഒന്നുകിൽ ടിബറ്റിൽ നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്നായിരിക്കും. ഇന്ത്യയിൽ നിന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ ആചാരം അനുവദിക്കുന്നില്ല. അപ്പോൾ ആചാരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നത്. അത് മാത്രമല്ല, ചൈനീസ് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ അവിടെ കൃത്യമായ റിച്വൽസ്, അതായത് ആചാരത്തിൻ്റെയും അവരുടെ കൾച്ചറലായിട്ടുള്ള ഒരു ചടങ്ങുകളും അതിൻ്റെയൊക്കെ ഒരു അകമ്പടിയോടെ വേണം ഇത് നടത്താൻ. അത് ടിബറ്റിൽ തന്നെ നടത്തണമെന്നൊക്കെ ഇവർ ചൈന പറയുന്നു. അത്രയും ആചാരപ്രിയരായിട്ട് ഇവർ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഈ ദലൈലാമ എന്ന് പറയുന്ന ഇദ്ദേഹം അവിടെ നിന്ന് കടന്നു കളയാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് അതിലേക്ക് കടക്കേണ്ടി വരും. ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ചൈനയായിട്ട് ചേരാനുള്ള യാതൊരു താല്പര്യവും കാണിക്കാതിരുന്ന രാജ്യമായിരുന്നു. ചൈന അത് ഫോഴ്സിൽ, അതായത് അവരുടെ അധിനിവേശ ശക്തിയായിട്ട് പിടിച്ചടക്കുകയായിരുന്നു ചൈന ചെയ്തത്. അപ്പോൾ എന്തായാലും അവിടെ ചൈന പിടിച്ചടക്കിയതിന് ശേഷം അവിടുത്തെ ലോക്കൽസ് ചൈനയെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അതായത് അവർ സ്വീകരിച്ചിട്ടില്ല ചൈനയുടെ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ഒരു മനസ്സ് പിടിച്ചടക്കുക അല്ലെങ്കിൽ സ്വാധീനം പിടിച്ചടക്കുക എന്ന് പറയുന്നത് എളുപ്പ വഴി എന്ന് പറയുന്നത് മതത്തിലൂടെയാണ്. അത് നമുക്കറിയാം. പ്രിയൻ കേരളത്തിലാണെങ്കിലും വോട്ട് ബാങ്കിന് വേണ്ടി, അതായത് ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു ആത്മീയ ആചാരം ഇല്ലാത്തത് കൊണ്ടാണ് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ BJP കഷ്ടപ്പെടുന്നത്. പക്ഷേ മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും കൃത്യമായി ഒരു മത ആചാര്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഒരു ആചാര്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീഴും എന്നുള്ളത് കൊണ്ടാണ് സർക്കാർ ഇതുപോലത്തെ സെമറ്റിക് മതങ്ങളെ പ്രീണനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ ദലൈലാമ എന്ന് പറയുന്ന അത്തരത്തിലൊരു ആത്മീയ ആചാര്യനാണ്, അത് രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സ്വാധീനിച്ച് ടിബറ്റൻ ജനങ്ങളെ സ്വാധീനിക്കാമെന്നായിരുന്നു ചൈനയുടെ പദ്ധതി. പക്ഷേ അതിന് അദ്ദേഹം കൂട്ടുനിൽക്കാതെ 1959 തന്നെ അദ്ദേഹം കൂട്ടുനിൽക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെ വധിക്കാൻ ചൈന പദ്ധതിയിട്ടു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത് 1959. എന്തായാലും അവർ ഇപ്പോൾ അടുത്ത ദലൈലാമയെ അവർക്ക് അപ്പോയിന്റ് ചെയ്യണമെന്ന് അവർ പറയാൻ കാരണം, അതായത് അടുത്ത ദലൈലാമയെ ഇവർ കണ്ടുപിടിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കണമെന്ന് പറയാൻ കാരണം, അതായത് ചൈനീസ് സർക്കാരിനോട് വളരെ വിധേയത്വമുള്ള ഒരു വിശ്വസ്തനായിട്ടുള്ള ദലൈലാമ എന്ന് പറയുന്നത് അവരുടെ ഇംഗിതങ്ങൾ നടക്കാൻ, ടിബറ്റിൽ അവരുടെ ഇംഗിതങ്ങൾ നടപ്പാക്കാൻ വളരെ എളുപ്പമുള്ള പദ്ധതിയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ ദലൈലാമ എന്ന് പറയുന്നത് എങ്ങനെയാണ് അടുത്തൊരു പുനർജന്മം എടുക്കുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അതായത് ഇത് ഈ മരണപ്പെടുന്ന ദലൈലാമ അടുത്തത് എവിടെ ജനിക്കുമെന്ന് അദ്ദേഹം പറയും. അപ്പോൾ ആ ഒരു പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും അവിടെ നിന്ന് അത്തരത്തിൽ ഒരു ദലൈലാമയെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ദലൈലാമ ഇതുപോലെ 1937 ചൈനയിൽ വെച്ചാണ് 2 വയസ്സുള്ള ബാലനായിരുന്നപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഈ ചൈനീസ് സർക്കാർ അദ്ദേഹത്തിനെ വധിക്കാൻ പദ്ധതി ഇട്ടിരുന്നു, അതെന്തായാലും നടന്നില്ല. പക്ഷേ ഈ രണ്ടാമത്തെ ആത്മീയാചാര്യൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് പഞ്ചൻ ലാമ എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. അങ്ങനെ 11ാമത്തെ പഞ്ചൻ ലാമയെ 1995 കണ്ടുപിടിച്ചത്. അതിനെ 6 വയസ്സുള്ള ഒരു ബാലനായിരുന്നപ്പോൾ തന്നെ ചൈനീസ് സർക്കാർ പിടിച്ചുകൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി വധിക്കുകയും ചെയ്തു. ഇപ്പോൾ 30 വർഷങ്ങൾക്കിപ്പുറം 3 ദശാബ്ദങ്ങൾക്കിപ്പുറം അതിനെപ്പറ്റി യാതൊരു തെളിവുകളുമില്ല. അപ്പോൾ ചൈനീസ് സർക്കാർ ഇതുപോലെ ടിബറ്റിനെ പിടിച്ചെടുക്കാൻ അടുത്ത ദലൈലാമയുടെ ടിബറ്റിനെ പിടിച്ചെടുക്കാൻ നിൽക്കുമ്പോഴാണ് ദലൈലാമ ഉഗ്രൻ ഒരു പണി കൊടുത്തിരിക്കുന്നത്. അടുത്ത ദലൈലാമ ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് പറയുന്നത്. എന്തായാലും ചൈന അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിനെ എങ്ങനെ നേരിടണമെന്ന് ഒരു പിടിയുമില്ല. കാരണം ഇന്ത്യയിൽ കയറി ആ ബാലനെ വധിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. കാരണം ഏകദേശം 1 ലക്ഷം ടിബറ്റൻ സന്യാസികൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഒരു പുനർജന്മം ഉണ്ടായില്ലെങ്കിൽ തന്നെ അതിൽ നിന്ന് സുഖമായിട്ടൊരു ടിബറ്റൻ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയും. അതിലൂടെ ടിബറ്റിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് നിയന്ത്രിക്കാൻ ഈ 1 ലക്ഷം പേർ അടങ്ങുന്ന കമ്മ്യൂണിറ്റിക്ക് കഴിയും. അതുകൊണ്ട് ചൈന ആകെ പെട്ടിരിക്കുകയാണ്. ടിബറ്റിൽ ഇനി ഒരു കളിയും നടക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.